എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പുതിയൊരു വീഡിയോ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ കാണുന്നത് മിലാൻ ടു കോമോ നമ്മൾ കാറിൽ പോവുകയാണ്. പിന്നെ അവിടെ പോകുന്ന വഴിക്ക് നമുക്കൊരു ലാഗമുണ്ട്, അർജന്യോ എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് കാണാവേ. ഈ റൂട്ടെന്ന് പറഞ്ഞാൽ എന്നെ രസമാണെന്നറിയോ. ശരിക്കും നമ്മൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിരുന്നു പോവും. മിലാനിൽ നിന്ന് കോമോയിലേക്കുള്ള ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു അനുഭവമാണ് നമുക്ക് തരുന്നത്. ഏകദേശം ഒരു 45 മിനിറ്റ് നമ്മൾ എടുക്കും. പിന്നെ മിലാൻ്റെ ഏത് സൈഡിൽ നിന്നാണ് നിങ്ങൾ പോകുന്നത് അതനുസരിച്ച് ദൂരം കുറച്ച് എന്താ പറയുക കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഒരു നമ്മുടെ ഹൈവേ A9 ഹൈവേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ പറ്റും. ഏകദേശം ടോള് ഒക്കെ എന്ന് പറഞ്ഞാൽ 4 യൂറോ 60 സെൻറ്റൊക്കെയാണ് ടോള് വരുന്നത്, ഏകദേശം വരുന്നത്. നമുക്കിത് സ്പീഡ് പോകാവുന്ന സ്പീഡ് റൂട്ടുണ്ട്. അപ്പോൾ കിലോമീറ്റർ 130 വേഗതയിലൊക്കെ നമുക്ക് സഞ്ചരിക്കാം. പിന്നെ ഇത് വളവും ഒക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് നമുക്ക് ചില റൂട്ടുകളിൽ അത്ര സ്പീഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ റൂട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തിരക്കായിരിക്കും. കാരണം ഇവിടെയുള്ളവർ എപ്പോഴും എന്താ പറയുക യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു വീക്കെൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം അവർ ഇതുപോലെ എവിടെയെങ്കിലും ലാഗോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോട്ടലോ എവിടെയെങ്കിലും സ്ഥലങ്ങളൊക്കെ പോകും. അപ്പോൾ ഈ സാധാരണ വീക്കെൻഡ് ദിവസങ്ങളിലാണെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് അവർ ഞായറാഴ്ച തിരിച്ച് റിട്ടേൺ വരും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ റൂട്ടൊക്കെ നല്ല തിരക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പം ലാഗോദി അർജന്യോ എന്ന് പറയുന്നിടത്ത് എത്തിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഒരു എന്താ പറയുക ലാഗോ ആണ്. ഇറ്റാലിയൻ പ്രദേശമായ ലൊംബാർഡിയ റീജിയനിൽ കോമോയിലാണ് നമുക്ക് ഈ സ്ഥലം കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. മിലാനിൽ നിന്ന് ശരിക്കും ഇങ്ങോട്ട് ഏകദേശം 50 കിലോമീറ്റർ ദൂരമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവർ ഉണ്ട്. നമുക്ക് എന്താ പറയുക നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ടൈമിങ്സ് ഉണ്ട്, അതനുസരിച്ച് എന്താ പറയുക നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. കുറച്ച് താഴ്ന്ന ഒരു കുറച്ച് പ്രദേശമുണ്ട്, അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. ഒത്തിരി അങ്ങോട്ട് അകത്തേക്ക് അവർ ഇറങ്ങാനായിട്ട് സമ്മതിക്കുകയില്ല. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, നല്ല വ്യൂ ആണ്, നല്ല ശുദ്ധമായ വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി ചുറ്റും മലയാണ്, അപ്പം എന്താ പറയുക നല്ല കാഴ്ചകളാണ്. ഇവിടെ ഒരു ചെറിയൊരു ചാപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഓരോ സ്ഥലത്തിനും ഇറ്റലിയുടെ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നിങ്ങളിതിനെക്കുറിച്ച് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിവിടെ ജസ്റ്റ് ഒരു ഞാൻ പറഞ്ഞ പള്ളി ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. ഞങ്ങളിപ്പോൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് ഇതുപോലൊരു ലാഗോ കണ്ടു, ബോട്ടിങ് കാര്യങ്ങളൊക്കെ കണ്ടു. അന്നേരം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇവിടെ ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കാം എന്ന് വെച്ച് നമ്മളിവിടെ ഇറങ്ങി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസ് നല്ല നല്ല ഫോട്ടോസ് എടുത്തു. എന്തായാലും ഇവിടുത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങൾക്ക് വരെ ഭയങ്കര എന്താ പറയുക ഭംഗിയാണ്. അപ്പോൾ അത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുക, ഇവിടുത്തെ പല സ്ഥലങ്ങളും എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ല്.